ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ സ്കിന്നിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ കുറച്ച് പ്രൊഡക്ട്സ് ആണ് നിങ്ങളുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം പറയാം, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അങ്ങനത്തെ ഒരു വീഡിയോയും കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ സ്കിന്നിൽ ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്ത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ കുറച്ച് പ്രൊഡക്ട്സ്, ദാറ്റ്സ് ഇറ്റ്. അപ്പം ഞാൻ പണ്ടേ സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരാളായിരുന്നു. പിന്നെ വീട്ടിലാണെങ്കിലും ഞാൻ കടയിൽ നിന്ന് ഒരു ക്രീം വാങ്ങി മുഖത്തിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കൊന്നും തീരെ ഇഷ്ടമല്ലായിരുന്നു. അപ്പം ഞാൻ കുഞ്ഞിലേ തൊട്ട് അങ്ങനെ സ്കിൻ കെയർ അങ്ങനെ ഒരു പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന ഇതുവരെ ട്രൈ ചെയ്തിട്ട് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ കോളേജിലൊക്കെ എത്തിയ സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെ ഓരോ റെസിപ്പി എന്നല്ലല്ലോ അതിന് പറയാം, ഓരോ ടിപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓരോന്ന് ട്രൈ ചെയ്യായിരുന്നു. ബീട്രൂട്ട്, കടലമാവ്, പിന്നെ ടർമറിക് പൗഡർ അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാനും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വളരെ മടി പിടിച്ച ഒരാളായതുകൊണ്ട് മാക്സിമം ഒരു വീക്ക് 2 വീക്കൊക്കെ അത് പോയിട്ടുള്ളൂ. അതിന് മുന്നേ അത് ഡ്രോപ്പ് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നവംബറിൽ ഞാൻ ആങ്കറിങ് ഒക്കെ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ സ്കിൻ കെയറും സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത്. കാരണം എന്നെ ക്യാമറയുടെ മുന്നിൽ നല്ലതുപോലെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ജോബിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് ഞാൻ സ്കിൻ കെയറിലേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഗുലാബി വാട്ടർ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങി പരീക്ഷിച്ചു. പക്ഷേ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഒന്നും അങ്ങോട്ട് വർക്ക് ആയില്ല. അപ്പം ഞാൻ പിന്നെ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് എനിക്കിങ്ങനെ ഒരു റുട്ടീൻ പോലെ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം എനിക്ക് കുറച്ച് പ്രൊഡക്ട്സ് കാര്യങ്ങൾ പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. അതിലെനിക്ക് ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം വർക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദിസ് ഇസ് നോട്ട് എ പ്രൊമോഷൻ വീഡിയോ, ദിസ് ഇസ് മൈ ട്രൂ എക്സ്പീരിയൻസ്. ഓക്കെ, ഫസ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് മോയ്സ്ചറൈസർ. ഓക്കെ, മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്തത് കെമി പെൻറ്റ എന്ന് പറഞ്ഞ ഈ ഒരു മോയ്സ്ചറൈസർ ആയിരുന്നു. ഇത് നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. ഇതൊരു 60 ml ട്യൂബിലാണ് നമുക്ക് കിട്ടുക. അതിനൊരു 290-300 റുപ്പീസാണ് വില വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള സ്കിൻ ടൈപ്പുകാരെ കമ്പയർ ചെയ്യുമ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് അവരുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ഇത് ഒരു ട്യൂബ് വാങ്ങിയാൽ 1 മാസം പോലും എനിക്ക് തികയുന്നില്ല. അങ്ങനെ ഞാനിത് നിർത്തുക ചെയ്തത്. എനിക്ക് 1 മാസം ഒരു 3 ട്യൂബൊക്കെ വേണ്ടി വരും. ഞാൻ കയ്യിലും കാലിലും മുഖത്തൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് അതങ്ങ് തീരുവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് നിർത്തുകയാണ് ചെയ്തത്. പക്ഷേ ഞാൻ യൂസ് ചെയ്ത സമയത്ത് ഇറ്റ് വാസ് എ സൂപ്പർ പ്രൊഡക്റ്റ്. നല്ലപോലെ വർക്ക് ചെയ്യുമായിരുന്നു. നല്ല അടിപൊളി ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലോണം വർക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് നിവ്യയുടെ ഈ ഒരു ബ്ലൂ ബോട്ടിലില്ലേ, ഈ ഒരു ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് തരക്കേടില്ലാത്ത രീതിയിൽ നല്ലതാണ്. പക്ഷേ കെമിപ്പൻ്റെ അടിപൊളിയായിരുന്നു, പക്ഷേ അങ്ങോട്ട് തികയുന്നില്ല. അതുകൊണ്ട് ഞാൻ നിർത്താണ് ചെയ്തത്. ഡ്രൈ സ്കിന്നുകാർക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി സൺസ്ക്രീൻ, ഇത് നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നതാണല്ലേ. അപ്പം ഞാൻ ഈ സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുന്നതിന് മുന്നേ റീലിലൊക്കെ കാണുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ വാരിപ്പൊത്തി ഇടുന്നത്, ഇതിട്ടിട്ട് ഇത്ര വലിയ കാര്യമുണ്ടോ എന്നൊക്കെ. പക്ഷെ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്ത ഒരു സൺസ്ക്രീനാണിത്. ഇത് സൺക്രോസ് സോഫ്റ്റ് SPF 50+ ജെല്ലാണ്. ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ആൻഡ് നമുക്ക് ഒരു വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് ഡ്രൈ സ്കിന്നിന് മാത്രമല്ല ഓയിലി സ്കിന്നിനും അടിപൊളിയാണ്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അബി ഓയിലി സ്കിന്നാണ്. അവൻ ഇടയ്ക്ക് എൻ്റെ എടുത്തിടാറുണ്ട്. അപ്പോൾ അവനും അത് നല്ലപോലെ വർക്ക് ആവുന്നുണ്ട്. ആൻഡ് ഞാൻ ഒരുപാട് ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒരുപാട് വെയിൽ കൊള്ളേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ വെയിൽ കൊള്ളുമ്പോൾ ഈ ഒരു സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് ആണ്, വെയിൽ കൊണ്ടാലും ടാൻ ഒന്നും അടിക്കത്തില്ല എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു ട്യൂബിന് വരുന്നത് 795 അങ്ങനെ എന്തോ ഒരു റേഞ്ചിൽ 700 റേഞ്ചിലാണ് ഇതിന് വരുന്നത്. അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അടിപൊളി സൺസ്ക്രീനാണ്. ഞാനിപ്പോൾ എത്രയോ ഇത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ സ്റ്റിൽ ഫേവറേറ്റ് ആണ്. ഇനി അടുത്ത് വാങ്ങാൻ പോകണം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഒരു പ്രായം കഴിഞ്ഞാൽ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോൾ എനിക്ക് ഒരുപാട് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരുന്നു. അപ്പം അത് മാറാനായിട്ട് ഒരു പരിധി വരെ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു ക്രീമാണ് ഡോക്ടർ റെഡ്ഡീസിൻ്റെ അവർത്ത അണ്ടർ ഐ ക്രീം. ഐ ഹോപ്പ് ഇങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന്. ഇതും ഒബ്വിയസ്ലി എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതായിരുന്നു. ഇത് നമ്മൾ ഒരിത്തിരി ഇട്ടാൽ മതി കേട്ടോ, ഒരു പിഞ്ചളവിൽ ഇട്ടാൽ മതി. ഡോക്ടർ എൻ്റെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് ഇപ്പോഴും ബാക്കിയുണ്ട്. അപ്പം ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. എന്നാലും ഇപ്പോഴും അത് എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ക്രീം ഇട്ടിട്ട് മാത്രം കാര്യമില്ല, ഉറക്കം, ഡയറ്റ് എല്ലാം ശരിയാവണം. സ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലോണം മാറുള്ളൂ. പക്ഷേ ഇതിട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മളോരോ വീഡിയോയും അതുപോലെ തന്നെ റിവ്യൂ ഒക്കെ നോക്കി കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ മാറ്റം വരുന്ന ആളുകളുണ്ട് കേട്ടോ.
ക്രീം ഇടുക, അതിൻ്റെ കൂടെ ഉറക്കവും ഡയറ്റും ഒക്കെ ശരിയാക്കുക, എന്നാലേ ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പോവുള്ളൂ. പിന്നെ രാത്രി ഇടുന്നതാണ് കേട്ടോ നല്ലത്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ഒരു കുഞ്ഞു ട്യൂബിന് ഒരു 700+ റുപ്പീസാണ് വില വരുന്നത്. പക്ഷെ വേർത്ത് ആണ്. എൻ്റെത് ഇപ്പോഴും തീർന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് നോർമലായിട്ട് അങ്ങനെ റെഗുലർ ആയിട്ട് ഒരു സ്കിൻ റുട്ടീൻ ഫോളോ ചെയ്യാത്ത ഒരാൾക്കാർ പോലും ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫേസ് വാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എന്ന് പറയുന്നത് ഗോബ്ലാൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ഫേസ് വാഷാണ്. ഇതും എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ സ്കിൻ കെയർ പ്രൊഡക്റ്റ് ലിസ്റ്റിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു ഗോബ്ലാൻസിൻ്റെ ഫേസ് വാഷ്. കാരണം ഇതൊരു മ്യൂസാണ്, ഒരു പത പോലെയാണ് വരുന്നത്. ആൻഡ് നമ്മൾ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 4 മാസമൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാം. ഞാൻ രാവിലെ മാത്രമേ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകാറുള്ളൂ. രാത്രി ഞാൻ കുളിക്കുമ്പോൾ സോപ്പ് ഇട്ടിട്ടാണ് മുഖം കഴുകാറ്. അപ്പോൾ രാവിലെ ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കിത് സുഖമായിട്ടൊരു 4-5 മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. 2 പ്രാവശ്യം മുഖം കഴുകുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു സുഖമായിട്ടൊരു 3 മാസമൊക്കെ ഈ ഒരു ഫേസ് വാഷിൻ്റെ ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ആ ഒരു ബോട്ടിലിന് ആകെ 550 രൂപയെ വില വരുന്നുള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്കിത് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് ഞാനിങ്ങനെ നോക്കിട്ടോ. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ഗ്ലൈക്കോളിക് ആസിഡ്. ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ പോകാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിയാസിനമൈഡ് ഉണ്ട്, ഗ്ലൂട്ടാത്തയോൺ ഉണ്ട്. ഇതൊക്കെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഡ്രൈ സ്കിന്നിന് നന്നായിട്ട് വർക്ക് ചെയ്യും. പിന്നെ അബി ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. സോ ഐ നോ ഓയിലി സ്കിന്നിനും ഇറ്റ് വിൽ വർക്ക്. അപ്പോൾ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിനും ഒബ്വിയസ്ലി വർക്ക് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫേസ് വാഷ്. ഫേസ് വാഷ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലെൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഫേസ് ക്ലെൻസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ ജെന്റിൽ സ്കിൻ ക്ലെൻസർ ആണ്. അത് ഡ്രൈ ടു നോർമൽ സ്കിൻ ടൈപ്പിൻ്റെ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് 715ൻ്റെ ബോട്ടിലാണ്. അപ്പോൾ വലിപ്പം കൂടുന്തോറും വിലയും കൂടും. നോർമൽ ഒരു 200ൻ്റെ കുഞ്ഞു ബോട്ടിലൊക്കെ അവൈലബിൾ ആണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഞാൻ ആക്ച്വലി ഇത് ക്ലെൻസർ എന്ന് പറയാൻ പറ്റില്ല, ഞാനിതൊരു മേക്കപ്പ് റിമൂവർ ആയിട്ടാണ് ഇതിനെ യൂസ് ചെയ്യണത്. മേക്കപ്പ് ഒക്കെ നല്ല ഹെവി മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് വന്ന സമയത്ത് ക്ലെൻസർ ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് തുടച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഔട്ട്കം കിട്ടുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇത് ഞാൻ ഡോക്ടർ പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതല്ല, ഇത് ഞാൻ അല്ലാതെ യൂസ് ചെയ്യുന്നതാണ്. ഇത് ഒരു സ്കിന്നിനും ഒരു പ്രശ്നം ഉണ്ടാവില്ല. വളരെ നോർമൽ ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഡേ ക്രീമും നൈറ്റ് ക്രീമും ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം നൈറ്റ് ക്രീമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രിസ്റ്റയുടെ നോൺ സ്റ്റിറോയിഡ് ക്രീമാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഒരു 3-4 ബോട്ടിലൊക്കെ ഞാൻ യൂസ് ചെയ്തു. ഞാൻ പണ്ട് ഇത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോസ്റ്റിംഗ് കിട്ടിയപ്പോൾ മാം തന്നതാണ് എനിക്ക് ഫ്രീ ആയിട്ട്. അങ്ങനെ ഞാൻ യൂസ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റീഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയപ്പം പുള്ളി എനിക്കത് റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ രാത്രി മാത്രമാണ് ഇത് തേക്കേണ്ട കാര്യമുള്ളൂ. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ബേസിക്കലി തീരെ ഇഷ്ടമല്ല. പക്ഷേ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആവും. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞ പോലെ പല ക്രീമുകളിലും സ്റ്റിറോയിഡ്സ് ആഡ് ചെയ്യുന്നുണ്ട്. സ്റ്റിറോയിഡ്സ് ഇസ് നോട്ട് ഗുഡ് ഫോർ അവർ സ്കിൻ. പക്ഷേ ഇതൊരു നോൺ സ്റ്റിറോയിഡ് ക്രീമാണ്. അതുപോലെ തന്നെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇത് 950 തൊട്ട് 1200 ആണ് ഇതിന്റെ MRP വരുന്നത്. ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്, മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ട്രൈ ചെയ്യണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. പിന്നെ ഇതിട്ടിട്ട് വെയിലത്ത് ഇറങ്ങാണ്ട് നോക്കുക. അപ്പൊ രാത്രി കിടക്കുമ്പോൾ ഇടുന്നതാണ് നല്ലത്. ഇതിന്റെ ബോട്ടിൽ ട്വൈസ് ഡെയിലി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ വൺസ് ഡെയിലി അറ്റ് നൈറ്റ് ബെഡ് ടൈം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ 2-3 ബോട്ടിലൊക്കെ യൂസ് ചെയ്തു. പിന്നെ വല്ലപ്പോഴും ഒക്കെ എടുത്ത് ഇടും. കാരണം നല്ല എക്സ്പെൻസീവ് ആണല്ലോ. 1200 രൂപ വേണം നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങണം എന്നുണ്ടെങ്കിൽ. പക്ഷെ ആമസോണിൽ 950 റുപ്പീസിനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഒറിജിനൽ പ്രൊഡക്ട്സ് വാങ്ങാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതും ഞാൻ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയതുമായിട്ടുള്ള പ്രൊഡക്ട്സ്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്നതിന് മുമ്പേ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ അഭിപ്രായം ചോദിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫാർമസിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ചിലത് ആമസോണിലും അവൈലബിൾ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ പർച്ചേസ് ചെയ്യാം. സോ ഡ്രൈ സ്കിന്നുകാർക്ക് ഇതെന്തായാലും ട്രൈ ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഇത് നല്ലതായിരിക്കും. കാരണം എൻ്റെ ഡ്രൈ സ്കിന്നാണ്, ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലതായി. സോ ഇതൊരു പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അല്ല എന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഡെർമറ്റോളജിസ്റ്റിനോടൊക്കെ ചോദിച്ചിട്ട് ഓരോ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. കാരണം ഇപ്പം നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് ഓരോ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഓരോ പ്രശ്നങ്ങളൊക്കെ സ്കിന്നിന് വരുന്നതായിട്ട്. സോ എല്ലാവരും ബി കെയർഫുൾ വിത്ത് യുവർ സ്കിൻ. അപ്പോൾ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ. സീ യു സൂൺ.